തോന്നുന്നു. She's shivering. Can you just take her to some hospital, please? Dude, I'm really scared because I brought her here. Cool. I know what to do. Just relax, babe. Arvind, you're not getting me. Guys, just stop it. You don't get to spoil my party. I'm not so good at taking orders. And no one tells me what to do. Got it? Hey guys, we're just playing around. Come on. Sanju, get the party started, man. Play some music. What are you guys doing? Hey, wait, what? What the f*** are you guys doing here? Who are these guys? What the hell is happening? ബഹുമാനപ്പെട്ട മുൻ MP കോയിക്കൽ ചന്ദ്രശേഖരന്റെ മകൻ എന്താണ് പേര്? അരവിന്ദ്. അരവിന്ദ് കുളിര കായുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നോ വയലൻസ്, നോ വയലൻസ്, നോ. ഇതിങ്ങോട്ട് കാട്ടെ. മോനെ ഒന്നും നോക്കടാ. ഒന്ന് നോക്കടോ, ഒന്ന് നോക്ക്. സുധി കണ്ടടാ, കാശുള്ളവന്റെ പാർട്ടിയാണ്ടാ. അപ്പോൾ അരവിന്ദേ, ഇലക്ഷനൊക്കെ പറയാനല്ലോ. അപ്പോൾ നമുക്കൊരു ബ്രേക്കിംഗ് ന്യൂസ് അങ്ങോട്ട് കിട്ടാലോ. എന്താ നിൻ്റെ അഭിപ്രായം? എടാ, എനിക്ക് രാഷ്ട്രീയമൊന്നും ഇല്ല കേട്ടോ. ആര് ഭരിച്ചാലും എനിക്കുള്ളത് ഞാൻ തന്നെ ഉണ്ടാക്കണ്ടേ. അതുകൊണ്ട് മോൻ നാളെ രാവിലെ ഒരു എത്ര പറയണ്ടേ? 5 10 പറഞ്ഞു. 10 പറഞ്ഞൊക്കെയാണോ? ഓക്കെ, ഒരു 10 ലക്ഷം രൂപയായിട്ട് ഇങ്ങോട്ട് വാ. വീഡിയോ മാത്രം ആക്കണ്ട, മൊബൈൽ തന്നെ അങ്ങോട്ട് വന്നേക്കാം. മോനൊന്ന് ആലോചിക്കേ. ഇവൻ കുറെ നേരം മുണ്ടെടുക്കണം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാൻ പറയട്ടോ. ഹൈ, രാജാവിന് മോനൊന്നും പറഞ്ഞില്ലല്ലോ. ക്യാഷ് വാങ്ങിച്ചിട്ട് ചീറ്റിരുന്ന് എന്താ ഉറപ്പ്? ഏതായാലും നാളെ രാവിലെ 8 മണി വരെ ഇതെൻ്റെ ഫോണിൽ മാത്രമേ കാണുള്ളൂ. അപ്പോൾ നാളെ രാവിലെ കാണാം. മോനെ അരവിന്ദാ, ചേട്ടൻ ഉപദേശിക്കുകയാണെന്ന് കരുതരുത്. അല്ല, ഉപദേശിക്കുകയാണെന്ന് തന്നെ വെച്ചോ. എടാ, ഒന്നുകിൽ ആണുങ്ങളെ പോലെ വളച്ചടിക്കണം, അതും അല്ലെങ്കിൽ മൂത്തിരിക്കുകയാണെങ്കിൽ മാന്യമായിട്ട് കാശ് കൊടുത്തടിക്കണം. അത് രണ്ടും അല്ലാതെ ഇതേപോലെ പെണ്ണുങ്ങളെ മയക്കി കെടുത്തിട്ടുള്ള പരിപാടി അത് മോശമല്ലടാ. അയ്യേ. എന്തുപറ്റി? അതൊന്നില്ലടാ, അവന്മാര് അന്താക്ഷരി കളിക്കായിരുന്നു. അപ്പൊ നമ്മുടെ മർഡോണ കയറി ഒന്ന് പാടി. അത് തെറ്റാണോ? നീ പറ. പിള്ളേര് വരില്ലേ? വന്നാൽ രണ്ടുപേർക്കും കൊള്ളാം. വരണുണ്ട്. അതെ, ആ വൈറ്റ് ടീഷർട്ട് ഇട്ട പെണ്ണ് വന്നില്ലേ? വന്നില്ല അല്ലേ? എന്താന്ന് വെച്ചാ ചെയ്തോ. എന്നാ ഞങ്ങൾ ഇട്ടോട്ടെ. അരവിന്ദ്, ഒരു ചെറിയ സീൻ കിട്ടി. വണ്ടി തള്ളി കയറ്റേണ്ടിരുന്നോണം. അയ്യോ, എന്നാ ഞങ്ങളും കൂടാം. ഞങ്ങൾക്ക് അങ്ങനെ ആരോടും സ്ഥിര വരാകൊന്നുമില്ല കേട്ടോ. ഡീല് കഴിഞ്ഞാൽ പിന്നെ മച്ചാണ്. വാ, നമുക്ക് ഒരുമിച്ച് വണ്ടി കയറാം.
മുതലാളി, ഈ. കിടക്കണ മുതല് ഇതാ തന്നെ മുതലാളി. എടാ ശ്രുതിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ അഡ്വാൻസ് കൊടുത്ത് വെച്ച വണ്ടിയാ. പോയിന്ന് വിചാരിച്ച. ശരിക്കും ഞങ്ങൾ 5.5 ലക്ഷം രൂപയ്ക്ക് വില പറഞ്ഞു വെച്ച വണ്ടിയാണ്. പക്ഷെ നമ്മൾ തമ്മിലുള്ള ഇപ്പോഴത്തെ സൗഹൃദം വെച്ച് അങ്ങോട്ടും വേണ്ട ഇങ്ങോട്ടും വേണ്ട 6 ലക്ഷം രൂപ ഞാൻ ആ വണ്ടി വാങ്ങി. ഇത് പിടിക്കത് സംഭവം ഞങ്ങൾക്ക് നഷ്ടമാണ്. പക്ഷെ അവൻ ആ വണ്ടി ഭയങ്കര ഇഷ്ടമായി. അവൾക്ക് അവന് ഇഷ്ടായി. മുതലാളി ഇറങ്ങണ്ട, വണ്ടി നമ്മൾ വാങ്ങി. എടാ പിന്നെ പോണ വഴിക്ക് നമ്മുടെ പയ്യന്മാരെ ടൗണിൽ കേട്ടാ. പിന്നെ ഒരു കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട്. എനിക്ക് ഇത്രയും ക്ഷമയുണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. തൃശ്ശൂര കോയിക്കൽ ചന്ദ്രശേഖരൻ്റെ മകൻ അരവിന്ദ്. ഇവിടെ അരവിന്ദൻ്റെ അച്ഛനാ ചന്ദ്രശേഖരൻ. രാജാവിൻ്റെ മകനല്ല, രാജാവാ.